ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 35 ആയിട്ടോ. നമ്മൾ ഡേ 35 ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്തു. ഞാൻ 2 ക്ലാസ്സുകളിലായിട്ട് നിങ്ങളോട് ചോദിച്ചിരുന്നു, നമ്മൾ സിലബസ് ഒക്കെ കവർ ചെയ്തു. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ടച്ച് ചെയ്ത് നമ്മൾ ഏകദേശമൊക്കെ ആയി. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും പോർഷൻസ് വിട്ടുപോയതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ എന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും തന്നെ ഒന്നും പറഞ്ഞില്ല. നന്നായി പഠിക്കുക. നന്നായി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയും നാളത്തെ നമ്മുടെ ഈ ഡേ 35 വരെ കൃത്യമായിട്ട് നമ്മളുടെ ഒപ്പം സിലബസ് ഫോളോ ചെയ്ത് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പോർഷൻസ് എല്ലാം കവറാക്കാൻ പറ്റിയിട്ടുണ്ടാകും അല്ലെ, ഒരു വിധമൊക്കെ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ അതുപോലെ തന്നെ അറിവിന്റെ പേടകത്തിലെയും എല്ലാ പെയ്ഡ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫ്രീ ലേണിംഗ് ആപ്പ് വഴിയാണ്. ജനറൽ PSCയുടെ ലോങ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയുള്ള ഭാഗങ്ങളിലാണ് സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നത്. ശരിയാണ്. സുപ്രീം കോടതി എന്നാണ് കേട്ടാ. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് തിലക് ഭവൻ ആണ് അല്ലെ. എവിടെയാണ്? തിലക് മാർഗ്, ന്യൂഡൽഹിയിലാണ്. ശരിയാണ്. ഇന്ത്യയിൽ 1950 ജനുവരി 26-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ശരിയാണോ? 1950 ജനുവരി 28-ന് നിലവിൽ വന്നു. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം എന്താണ്? ഒരു അമ്മയുടെയും കുഞ്ഞിന്റേതുമാണ്. ഓപ്ഷൻ ശരിയാണ്. ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റ്. സജിത്ത്, ശ്രീജ, അതുപോലെ ശാമിനി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെൽ ഡൺ. അടുത്ത ചോദ്യം, ശരിയായി ജോഡി ചേർക്കുക. ഏതാണ്? ജുഡീഷ്യറി, ഉപദേശാധികാരം, ഉപദേശാധികാരമാണ് കേട്ടോ. ഉപദേശാധികാരം, റിമൂവൽ ഓഫ് ജഡ്ജസ്, ജസ്റ്റിസ് കെനിയ. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഏതാണ് ശരിയുത്തരം? ഏതാണ്? എങ്ങനെയാണ് ശരിയായ ജോഡി വരുന്നത്? വേഗം ഒന്ന് നോക്കൂ. ഏതാണ് ഇതിൽ ശരിയായ ജോഡി? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരിയുത്തരം? വേഗം കമന്റ് ചെയ്തോളൂ. ശ്രീജ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്നേഹ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ജുഡീഷ്യറി ഏതാണ്? 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഉപദേശാധികാരം കാനഡയിൽ നിന്ന് സ്വീകരിച്ചു. റിമൂവൽ ഓഫ് ജഡ്ജസ് അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. ജസ്റ്റിസ് കെനിയ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെ. ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വസ്തുതകൾ നിരീക്ഷിച്ച് ശരിയായത് കണ്ടെത്തുക. ഏതാണ്? വേഗം ഒന്ന് വായിച്ച് കണ്ടെത്തിക്കോളൂ. ഏതാണ് ഇതിൽ ശരിയായത്? ഏതാണ് ശരിയായ പ്രസ്താവന? വേഗം നോക്കി പറഞ്ഞേ. ഏതാണ് ഇതിൽ ശരിയായ വസ്തുത? പ്രകൃതിയിലെ അടിസ്ഥാന ബലമാണ് ഗുരുത്വാകർഷണ ബലം. ശരിയല്ലേ? ശരിയാണ്. ശരിയായ പ്രസ്താവനയാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലമാണ്. ഭൂഗുരുത്വ ബലം ഒരു സദിശ അളവാണ്. തെറ്റാണ്. അതൊരു അദിശ അളവിന് ഉദാഹരണമാണ് ഭൂഗുരുത്വ ബലം. ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ. ഭൂമിയുടെ ആകൃതി എന്നാണ് കേട്ടോ. ആകൃതി എന്നായി പോയേ, സോറി. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റി, ക്ഷമിക്കണേ. ഭൂമിയുടെ ആകൃതി ആണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണ്. ഭൂമിയുടെ ആകൃതി എന്താണ്? ജിയോയിഡ് ആകൃതിയാണ്. ശരിയായ പ്രസ്താവന.
ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിലാണ്. ശരിയാണോ? ശരിയാണ്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം, അല്ലെ? ഓപ്ഷൻ സി ആണ് 1, 3, 4 ശരിയാണ്. അടുത്തത്, തന്നിരിക്കുന്ന സൂചനകളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിയെ തിരിച്ചറിയുക. ഇതുമായി ബന്ധപ്പെട്ട സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചു. ആരാണ്? കിട്ടിയോ? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തിയാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചു. ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചു. അടുത്തത്, കാൽക്കുലസ് എന്ന ഗണിത ശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തു. ആരാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി? തന്നിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ആര്യഭടനാണോ? ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, അതോ കോപ്പർനിക്കസ്? ഏതാണ് ശരി ഉത്തരം? ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? ഭൂഗർത്ത ആകർഷണ നിയമം, അതുപോലെ പ്രിൻസിപ്പിക്ക മാത്തമാറ്റിക്ക എന്ന പുസ്തകം, അല്ലെ? ഇതൊക്കെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ആരൊക്കെയോ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സ്നേഹ പറഞ്ഞിട്ടുണ്ട്. ശിവലേഖ ഓപ്ഷൻ ബി ആണോ മോളെ? സി ആണ് കേട്ടോ ശരി ഉത്തരം. ഐസക് ന്യൂട്ടൺ ആണ്, അല്ലെ? ഗുരുത്വാകർഷണ നിയമം, അതുപോലെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കുക, ന്യൂട്ടന്റേതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തി ശരിയായവ തെരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. നോക്കൂ, ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കാം. ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ശരിയാണോ? വസ്തുവിന്റെ മാസിനെ ഇത് ആശ്രയിക്കുന്നില്ല. ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ, ഒരു വസ്തുവിന്റെ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്. അതും ശരിയാണ്. ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരുന്നു. ശരിയാണ്. ഭൂകേന്ദ്രത്തിൽ ആകർഷണ ബലം 0 ശരിയായ പ്രസ്താവന, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട എന്താണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അല്ലെ? നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരി ഉത്തരമാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കുക. നോക്കൂ, വസ്തുവിന്റെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയോ കൂടുവോ? ആകർഷണ ബലം കൂടും. എന്താ കൊടുത്തിരിക്കുന്നത്? കുറയുന്നു എന്നാണ്. ഈ പ്രസ്താവന തെറ്റാണ്. ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? ആകർഷണ ബലം കൂടുന്നു. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയാകിയാൽ അവ തമ്മിലുള്ള ആകർഷണ ബലവും അതുപോലെ ഇരട്ടിയാകും. ശരിയാണ്. ജിയുടെ മൂല്യം ആദ്യമായി നിർണയിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ശരി ഉത്തരം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണം 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ശരിയായ പ്രസ്താവന. ഏതാണ് തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണം എഴുതുക. അഭികേന്ദ്ര ബലം അപകേന്ദ്ര ബലവും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ്. നോക്കൂ, ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം, ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഭൂമിയുടെ ഭ്രമണം. ഏതാണ്
അഭികേന്ദ്ര ബലവുമായി ബന്ധപ്പെട്ട ഉദാഹരണം. വർത്തുള പാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? അഭികേന്ദ്ര ബലം. അല്ലെ? അപകേന്ദ്ര ബലം എന്താണ്? അഭികേന്ദ്രത്തിന് തുല്യവും വിപരീതവുമായി പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. ഇനി പറയാലോ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനമാണ് ഈ പറയുന്ന അഭികേന്ദ്ര ബലം. അല്ലെ? വർത്തുള പാതയിലുള്ള വൃത്തകേന്ദ്രത്തിന് സമാനമായിട്ടുള്ള ഒരു ചലനമാണ് അഭികേന്ദ്ര ചലനം. പലായന പ്രവേഗത്തെ സംബന്ധിച്ച ശരിയായ വസ്തുതകൾ വിലയിരുത്തുക. പലായന പ്രവേഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തിക്കൊള്ളൂ. ഏതാണ്? വേഗം പറയൂ. എന്താണ് പലായന പ്രവേഗം? ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാന് ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് എന്ത്? പലായന പ്രവേഗം. ഈ ഒരു ഭാഗവും PSCക്ക് വളരെ ഇഷ്ടമാണ് അല്ലെ? ഭൂമിയുടെ എത്രയാണ്, സൂര്യന്റെ എത്രയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ഭാഗമാണിത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹമാണ് ഭൂമി. ശരിയാണോ? തെറ്റാണ്. ഏതാണ്? വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ളത്. ചന്ദ്രനിലെ പലായന പ്രവേഗം ഭൂമിയിലുള്ളതിന്റെ 1/5 മാത്രമാണ്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. പലായന പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ മാസ്, ആരം എന്നിവ. ശരിയായ പ്രസ്താവന. അടുത്തത്, ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s. ശരിയാണ്. പല തവണ പരീക്ഷയ്ക്ക് PSC ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മുടെ ഉത്തരം 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ശിവലേഖ, ജിന, ഏഞ്ചൽ, സ്നേഹ, ഷാമിലി, ശ്രീജ എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. വെൽ ഡൺ. അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഏതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? നോക്കൂ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലുള്ള അടിസ്ഥാന നിയമം ഏത്? ഹുക്സ് നിയമമാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. വസ്തുവിന്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. ശരിയാണ്. ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിന്റെ ഭാരം. ശരിയായ പ്രസ്താവന. ചന്ദ്രനിൽ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ 1/6 ഭാഗം മാത്രമാണ്. ശരിയായ പ്രസ്താവന. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അല്ലെ? അപ്പൊ കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു. നന്നായി പഠിക്കുക. ഇപ്പൊ പഠിക്കാൻ പറ്റിയൊരു ടൈമാണല്ലേ? ഇപ്പൊ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാരാണെങ്കിൽ ഇപ്പൊ വെക്കേഷനൊക്കെയാണ്. അപ്പൊ അവരുടെ പാട്ടിൽ അവര് ഫ്രീ ആയിരിക്കും. നമുക്ക് അവരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും പോണ്ട. അപ്പൊ കിട്ടുന്ന സമയം ഈ 2 മാസം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വിലയിരുത്തുക. നോക്കൂ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ശരിയല്ലേ? ഇന്ത്യയുടെ വിദേശ നയം എന്താണ്? ഇന്ത്യയുടെ വിദേശ നയം ചേരായ്മയാണ് ഇന്ത്യയുടെ വിദേശ നയം. ആ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. ശരിയായ പ്രസ്താവന. ഇന്ത്യ സ്വീകരിച്ച വിദേശ നയം ചേരായ്മ എന്നറിയപ്പെടുന്നു. ശരിയാണ്. അല്ലെ? അതായത് 2 ചേരികൾ. നമുക്കറിയാം, ലോകം 2 ശാക്തിക ചേരികളായി തിരിഞ്ഞ് അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയുമായി നിൽക്കുന്ന സമയത്ത് ഇന്ത്യ വളരെ തന്ത്രപൂർവ്വം എടുത്തൊരു വിദേശ നയം തീരുമാനമാണ് എന്ത്? ചേരായ്മ. ഇരു ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിന്നുകൊണ്ടുള്ള 2 സമ്പദ് വ്യവസ്ഥകളെയും നല്ല നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു നയം കൂടിയാണ് ഈ ഒരു ചേരാ നയം. അടുത്തത്, 2 ചേരികളും പരസ്പരം ശത്രുതയിലാകുകയും ശീതസമരത്തിലേക്ക് നയിക്കുകയും ചെയ്ത അന്തർദേശീയ സാഹചര്യത്തിലാണ് ഈ ഒരു വിദേശ നയം ഇന്ത്യ സ്വീകരിച്ചത്. അല്ലെ? എന്താണ് ശീതസമര കാലഘട്ടം എന്ന് പറഞ്ഞാല്? അതായത് ആയുധങ്ങളൊന്നുമില്ലാതെ, ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒന്നും ഇല്ലാണ്ട് ഈ 2 ശാക്തിക ചേരികളും അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും
പ്രത്യയ ശാസ്ത്രം കൊണ്ട് യുദ്ധം ചെയ്തതിനെയാണ് ശീത സമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കോൾഡ് വാറിന്റെ സമയത്താണ് ഇന്ത്യ ഇത്തരത്തിലൊരു വിദേശ നയം സ്വീകരിച്ചത്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, ഇരുചേരികളിലും ചേരാതെയുള്ള സ്വതന്ത്രമായ വിദേശ നയമാണ് ചേരി ചേരായ്മ. ശരിയാണ്. ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ചേരി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കന്മാരിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? ചേരി ചേരായ്മയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാര് ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, ക്വാമി നക്രൂമ, മാർഷൽ ടിറ്റോ. ആരാണ്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണോ, ബി ആണോ? ഏതാണ് ശരി? ശ്രീജ, ഏഞ്ചൽ, അജീന, ശ്രീ, സജിത്, ഷാമിലി, സ്നേഹ, എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്. ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, ക്വാമി നക്രൂമ, മാർഷൽ ടിറ്റോ ഇവരെല്ലാവരും ചേരി ചേരായ്മ എന്ന ആശയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയ ചോദ്യം. 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആരാണ്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇല്ല. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ആരാണ് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗവിൻലായുമാണ് അല്ലെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവിൻലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. വേഗം മാച്ച് ദ ഫോളോയിങ് ചെയ്യൂ. ഇന്ത്യയുടെ വിദേശ നയം, പഞ്ചശീല തത്വങ്ങൾ, ചൈനീസ് ആക്രമണം, സിംല കരാർ. സിലം കരാർ അല്ല, സിംല കരാറാണ്. സിംല കരാർ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻസ് കാണാൻ പറ്റുന്നില്ല. ഇതാണ് കേട്ടോ ഓപ്ഷൻസ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഏതാണ് ഇന്ത്യന്റെ വിദേശ നയം? ഏതാണ്? ചേരി ചേരായ്മ അല്ലെ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 അല്ലെ. ചൈനീസ് ആക്രമണം 62, സിംല കരാർ ഇന്ദിരാഗാന്ധിയും അതുപോലെ സുൽഫിക്കർ അലി ഭൂട്ടോയും 1972 ഒപ്പുവെച്ചതാണ് സിംല കരാർ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളകൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ്? റാബി വിളകൾ നമുക്കറിയാം. കാർഷിക വിളകളെ 3ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് അല്ലെ. ചോദ്യം, റാബി വിളകൾ. ഇതിന് ഞാനൊരു ക്ലാസ്സില് പഴയ ക്ലാസ് എടുത്ത് നോക്കി നമ്മൾ അതിലൊരു കോഡ് പറഞ്ഞു തരുന്നുണ്ട്. റാബി വിളകളും അതുപോലെ തന്നെ സെയ്ദും അതേപോലെ തന്നെ ഖാരിഫ് വിളകളും പഠിക്കാനായിട്ട്. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് റാബി വിളകൾക്ക് ഉദാഹരണം? ഓപ്ഷൻ ഏതാണ്? പുകയിലയാണ് കേട്ടോ മക്കളെ. ഓപ്ഷൻ ബി ആണ്. 2 മാത്രം, പുകയിലയും കടുകുമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ജൈവവളങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഈ ജൈവവളങ്ങളുടെ പ്രത്യേകതകള്. ജൈവവളങ്ങൾ മണ്ണിന് ധാരാളം ജൈവാംശം നൽകുന്നു. ശരിയാണോ? ശരിയായ പ്രസ്താവന. അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. തെറ്റാണ്. ഒരിക്കലും ജൈവവളങ്ങൾ ഉപയോഗിച്ചാല് മണ്ണിന് ഒന്നും സംഭവിക്കില്ല. കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതി. അല്ല, എന്ത് ചെയ്യണം? നന്നായി ജൈവവളങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ജൈവ വസ്തുക്കളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഏതാണ് ശരിയായ പ്രസ്താവനകൾ? 1ഉം 4ഉം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക്. ശരിയാണോ? കീടങ്ങളെ അകറ്റാന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാസോണിക് അല്ല. ഏതാണ്? അത് അൾട്രാസോണിക് ആണ്. ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന കാർഷിക മാലിന്യങ്ങൾ ഉപയോഗിക്കുന്ന കൃഷി രീതിയാണ് ജൈവ കൃഷി രീതി. ശരിയാണ്.
ചെടികളിൽ ജലത്തിന്റെ അളവ് 90%. ശരിയല്ലേ? ശരിയാണ്. മണ്ണിനെ ഒരു മരുഭൂമിയാക്കുകയും വേണ്ടത് വിളഭൂമി ആക്കുകയുമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മസനോബു ഫുക്കവോക്ക. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം? 2, 3, 4 ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ? വേഗം പറയൂ. ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയം? ഏത് ഓപ്ഷനാണ് ശരി ഉത്തരം? നമുക്കറിയാം ഭരണത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്കറിയാം ഇന്ത്യ ഒരു ഫെഡറലിസ്റ്റിക് ഭരണ സംവിധാനമാണ്. അധികാര വിഭജനം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി നൽകിയിരിക്കുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്, അല്ലെ? ഈ ഫെഡറലിസത്തിന്റെ കീഴിൽ പ്രധാനമായും അധികാര വിഭജനം നടത്തിയിരിക്കുന്നത് 3 ലിസ്റ്റുകളിലൂടെയാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അല്ലെ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? 2 മാത്രമാണ്. സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണം ഉള്ള പ്രധാനപ്പെട്ട ലിസ്റ്റാണ് ഈ ഒരു കൺകറന്റ് ലിസ്റ്റ്. 52 വിഷയങ്ങളാണ് നിലവിൽ ഇതില് ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 3 ലിസ്റ്റുകളിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ വ്യവസായങ്ങൾ യൂണിയൻ ലിസ്റ്റിലല്ല ഉൾപ്പെടുന്നത്. ഇത് ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 2 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പറയുന്നത്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജുഡീഷ്യൽ സംവിധാനത്തെ വിഭജിക്കുന്നു. ശരിയാണോ? ഒരിക്കലും അല്ല. ജുഡീഷ്യൽ സംവിധാനത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? വിഭജിക്കുന്നില്ല. ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയാണ് ഭാഗം 2 ഇതേക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിയാണോ? ശരിയായ പ്രസ്താവന. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തുക. ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ, ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ ബോർഡ് സ്ഥാപിതമായത് കേരള സംസ്ഥാനത്തിലാണ്. ശരിയല്ലേ? ശരിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം 1975. തെറ്റാണ്. 1974 മരുഭൂമിവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണമാണ്. ശരിയായ പ്രസ്താവന. വനനശീകരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടാൻ കാരണമാകുന്നു. ശരിയായ പ്രസ്താവന. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? 1ഉം 3ഉം 4ഉം ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉണ്ടായിരിക്കും. ശരിയല്ലേ? ശരിയാണ്. ശരിയായ പ്രസ്താവന. ആവാസ വ്യവസ്ഥയില് ജീവിയ ഘടകങ്ങളുമുണ്ട് അജീവീയ ഘടകങ്ങളുമുണ്ട്. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് ആവാസ വ്യവസ്ഥ. എന്താണ്? ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ. അല്ലെ? അതായത് ആവാസ വ്യവസ്ഥ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലെ മുതൽ പുൽച്ചാടി, അല്ലെ, തവള, പാമ്പ് തുടങ്ങിയ ആ ഒരു ബന്ധം, ആ ഒരു ശ്രേണി ബന്ധത്തെ കുറിക്കുന്നതാണ് എന്ത്? ആവാസ വ്യവസ്ഥ. അല്ലെ? അടുത്തത്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. അല്ലെ? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. അടുത്തത്,
ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിൽ ആദ്യത്തെ കണ്ണി എല്ലായ്പ്പോഴും ഒരു മാംസഭോജി ആയിരിക്കും. തെറ്റാണ്. എല്ലായ്പ്പോഴും എന്താണ്? സസ്യഭോജി ആയിരിക്കും അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ പുല്ല് അല്ലെങ്കിൽ പുൽച്ചാടി സസ്യങ്ങളിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? ആവാസ വ്യവസ്ഥ തുടങ്ങുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1ഉം 3ഉം മാത്രമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ പ്രസ്താവന? നോക്കൂ, പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് യുജിൻ പി ഓഡം. ശരിയാണോ? തെറ്റാണ്. ആരാണ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഹംബോൾട്ട് ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. പരിസ്ഥിതിയിൽ DDT പോലെയുള്ള കീടനാശിനികളുടെ പ്രത്യാഘാതത്തെ കുറിക്കുന്ന റേച്ചൽ കാർസണിന്റെ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. ശരിയായ ഉത്തരം. അടുത്തത്, ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സാഹ്നി ആണ്. ശരിയുത്തരം. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ഏതാണ് നമ്മുടെ ശരിയുത്തരം? 2ഉം 3ഉം 4ഉം പ്രസ്താവന ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമ്മൾ മെല്ലെ അങ്ങ് ഇംഗ്ലീഷിലേക്ക് കടന്നു. പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? നോക്കൂ, he is reading a novel change into a passive voice അല്ലെ. he is reading a novel എന്നുള്ള സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റുക. നമുക്ക് എന്ത് കിട്ടും? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം പ്ലസ് ആർ അല്ലെ, അല്ലെങ്കിൽ VI പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റീവ് അല്ലെ. അപ്പൊ എന്താണ് വരുന്നത്? എ നോവൽ ഈസ് ബീയിങ് റീഡ് ബൈ ഹിം അല്ലെ. എ നോവൽ ഈസ് ബീയിങ് റീഡ് ബൈ ഹിം. ഓപ്ഷൻ എ ആണ് ശരിയായ പാസീവ് വോയിസ്. അടുത്തത്, മനു യൂസേഴ്സ് ഇന്റർനെറ്റ് 2 hours ഡെയിലി. ഇതിനെ പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റും? എങ്ങനെയാ മാറ്റുക? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ യൂസേഴ്സിനെ V1 ഫോം ആക്കുക. അപ്പൊ VI വന്നാൽ ഇവിടെ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ഫോം ആണ് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് 2 hours ഡെയിലി എന്ന് സെന്റൻസ് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ് അല്ലെ. ഇതിൽ ഏതാണ് റോങ് ആയിട്ട് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്ന വാക്ക്? ഇതിൽ ഏതാ റോങ് സ്പെൽഡ് വാക്ക്? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ് ശരി ഉത്തരം? ഇറ്റുക്കേറ്റ്, അതായത് ETIQUTTE ആണ് ഇറ്റുക്കേറ്റിന്റെ സ്പെല്ലിംഗ്. കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ സ്പെൽഡ്. സെലക്ട് ദ വേർഡ് വിച്ച് സ്പെൽഡ് കറക്റ്റ്ലി. ശരിയായ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്പെൽഡ് വേർഡ് കണ്ടുപിടിക്കുക. ഏതാണ്? മെമ്മോറാണ്ടം. ഇതിൽ എങ്ങനെയാണ് മെമ്മോറാണ്ടത്തിന് ശരിയായി എഴുതുക? ഏതാണെന്ന് വേഗം ശ്രദ്ധയോടെ നോക്കിയേ. ഓപ്ഷൻ എ ആണ്. മെമ്മോറാണ്ടം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യമാണ്. Where is my umbrella? Change into indirect speech. John asked her mother. അല്ലേ? Where is my umbrella? ജോണ് അമ്മയോട് ചോദിക്കുകയാണ്, എന്റെ അംബ്രല്ല എവിടെ, എന്റെ കുട എവിടെയെന്ന്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക. അപ്പൊ എന്ത് വരും? എങ്ങനെയാ വരിക? ജോൺ asked his mother where is his umbrella was. എങ്ങനെയാ വരിക? ജോൺ asked his mother where is his umbrella was. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ 35ഉം അതുപോലെ നമ്മുടെ സിലബസ് ഒക്കെ നമ്മൾ ഏകദേശം കവർ ചെയ്തത് കൊണ്ട്, ഏകദേശം അല്ല, നമ്മൾ ഓൾമോസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു 35ല്. അപ്പൊ നമ്മുടെ ലൈവ് സെഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് എക്സാം, നമ്മുടെ ഡേ എക്സാം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനിയുള്ള സമയം ഇനി നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഈ പഠിച്ച ടോപ്പിക്സിനെയൊക്കെ ഒന്ന്
റിവൈസ് ചെയ്യുക, നന്നായിട്ട് ഈ ഉള്ള സമയം കൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് അല്ലെ, നമ്മൾ ഓൾമോസ്റ്റും കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി ക്ലാസ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് 45 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വളരെ കുറേ മേഖലകൾ നമ്മൾ പഠിച്ചു അല്ലെ, കുറേ അധികം ക്വസ്റ്റ്യൻസും കുറേ മേഖലകളും അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഡേ എക്സാമും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മറക്കണ്ട. ഏതെങ്കിലും ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം എന്നോട്. ഓക്കെ അല്ലേ? ഇനിയുള്ള ദിവസം നിങ്ങളുടെ കയ്യിലാണ്. നന്നായി പഠിക്കുക, നല്ലൊരു റാങ്കിലേക്ക് ഉയരാൻ നോക്കുക. ഓക്കെ, കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നാണ് വലിയൊരു കാര്യം അല്ലെ. നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവിൽ ചെയ്യുന്ന സമയത്ത് ഒരു അരുൺ പറഞ്ഞു, എനിക്ക് CPOന്റെ അഡ്വൈസ് കയ്യിൽ കിട്ടി മിസ്സേ, താങ്ക് യു, അറിവിന്റെ പേടകം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇന്നിപ്പോ ലൈവിലുള്ള നിങ്ങളെല്ലാവരും നമ്മളോട് പ്രത്യേകം അങ്ങനെ വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഒപ്പം നന്നായി പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ സ്ഥിരം പറയുന്ന പോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ. നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം, തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന ക്ലാസ്സുകളും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. ഓക്കെ ശ്രീജ, ക്ലാസ് തരാം കേട്ടോ. എക്കണോമിക്സിന്റെ ക്ലാസ് അല്ലേ സ്നേഹ? എക്കണോമിക്സിന്റെ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെഡിയാക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്, ഒന്നുകൂടി ഈദ് മുബാറക് ആശംസിക്കുകയാണ്. എയിംസിന്റെ പേരിലും അറിവിന്റെ പേടകത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. നന്നായി പഠിക്കുക, നിങ്ങളുടെ ജോലിയിലേക്ക് ഉയരുക.